അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളൊക്കെ നിരന്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ന്യൂസുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ഒരു വാർത്ത കേട്ടു. അത് കേട്ട സമയത്ത് ആകെ ഷോക്കായി. കാരണം ആലപ്പുഴയിലെ കരുവാറ്റിലുള്ള ഒരു 8ാം ക്ലാസ്സുകാരി സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ നൽകുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ വെറും സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ ത്രില്ലർ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ആ കേസിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. കാരണം ആ കുട്ടിന്റെ ഒരു മാനസികാവസ്ഥയും അവളെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ആലോചിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് വരെ സംശയിച്ചു പോയി. അപ്പൊ ആ ഒരു കേസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വെറും 13-14 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്. അപ്പൊ ആ കുട്ടിക്ക് എന്താ പറയാ വെച്ചാൽ ഒരു ഫോണ് വേണം, ഒരു മൊബൈൽ വാങ്ങണം, അതേപോലെ തന്നെ ഒരു ബൈക്ക് വാങ്ങണം, കാമുകനൊപ്പം കറങ്ങാൻ ഒരു ബൈക്ക് വാങ്ങണം. അപ്പൊ അതിന് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയത്. അത് നൽകിയതോ അതും ഇതേപോലെ പ്രായപൂർത്തി എത്താത്ത ചെറിയ ആൺകുട്ടികൾക്കാണ് കൊട്ടേഷൻ നൽകിയത്. അപ്പൊ നമ്മൾ ആ കേസിന്റെ ബാക്കി ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ മനസ്സാക്ഷിയൊക്കെ മരവിച്ചു പോകുന്ന പല കാര്യങ്ങളും ആ കേസിലുണ്ട്. അപ്പൊ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അവളത് ഫുൾ പ്ലാൻഡ് ആണ്. കാരണം ഞായറാഴ്ച വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി എല്ലാവരും വീട്ടിലില്ലാത്ത സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ എന്ത് ചെയ്യാണ്, അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. എങ്ങനെ ഈ കൊലപാതകം നടത്തണം എന്നുള്ളത് A തൊട്ട് Z വരെയുള്ള പ്ലാനിങ് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഈ പറയുന്ന ആ കൊട്ടേഷൻ നൽകിയ കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തു. എന്നെ ഏറെ ഷോക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, കാരണം നമുക്കൊക്കെ ഒരാള് മരിച്ചു കിടക്കുക അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുക എന്നൊക്കെ പറയുന്നത് കാണാൻ തന്നെ ഉള്ള ഒരു മനഃശക്തി നമുക്കില്ല. പക്ഷെ ഈ കുഞ്ഞ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്വന്തം മുത്തച്ഛനെ കൊല്ലുന്നത് ആ കുട്ടികൾ വീഡിയോ കോളിലൂടെ ഇവളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട സമയത്ത് ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഇന്നിപ്പോ അവിടെയാണെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലേക്കും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലാണ് ഇന്നത്തെ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. ഈ ഒരു കേസിന്റെ റീസൺസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിരത്താനുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ മക്കൾ ജീവിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് നമ്മളെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, വല്ലാതെ അവരതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റന്റ് വേൾഡിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. ഈ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ആഗ്രഹിക്കുന്നതൊക്കെ എന്തുണ്ട്, അവർക്ക് ഉടനടി കിട്ടുന്നുണ്ട്. ഇപ്പോ നമുക്കൊക്കെ ഒരു ഫുഡ് വേണം കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ അത് ഉള്ള സാധനങ്ങൾ വാങ്ങണം, അതുണ്ടാക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ ഇവർക്ക് ഒരു ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ എന്താ, ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി. ഫോൺ എടുക്കുന്നു, ഓർഡർ ചെയ്യുന്നു, ഏത് ഫുഡാണോ വേണ്ടത് ഇന്ന ആപ്പ് കയറി ഇന്ന ഇഷ്ടമുള്ള സ്പോട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് ഫുഡ് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ഒരു ഫിലിം കാണാൻ തോന്നുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഫിലിം കാണണമെങ്കിൽ ഒന്നുകിൽ TV വരണം, അല്ലെങ്കിൽ വീട്ടുകാരൊത്ത് തിയേറ്ററിലൊക്കെ പോയി കാണാം. പക്ഷെ ഇന്നെന്താ, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്തും വിരൽത്തുമ്പിലാണ്. ഇപ്പൊ ഒരു അറിവ് കിട്ടണമെങ്കിൽ തന്നെ എന്താ, ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്താൽ മതി. അതിനുള്ള ഒരുപാട് വെബ്സൈറ്റുകളായിക്കോട്ടെ, ആപ്പുകളായിക്കോട്ടെ, എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഉടനടി കിട്ടുന്ന ഒരു ഇൻസ്റ്റന്റ് വേൾഡിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അത്തരത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഈ കുട്ടീന്റെ കേസ് എടുത്തു നോക്കുമ്പോ തന്നെ ആ കുട്ടിക്ക് എന്താണ്, ബൈക്ക് വേണം, അതേപോലെ തന്നെ ഫോണ് വാങ്ങണം. അപ്പൊ അതിനവൾക്ക് കാത്തിരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് പണം സമ്പാദിച്ച് അത് സ്വന്തമായി വാങ്ങാനോ ഉള്ള ക്ഷമയില്ല. അവൾക്ക് അപ്പ വേണം. അപ്പൊ അതിനവള് കണ്ട സൊല്യൂഷനാണ് എന്ത്, വീട്ടില് കുറച്ച് സ്വർണ്ണം ഇരിക്കുന്നുണ്ട്, മുത്തച്ഛൻ എന്താണ്, മുത്തച്ഛൻ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ മുത്തച്ഛനെ തീർത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, പണം എടുക്കാം, അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള മൊബൈലും വാങ്ങാം, ബൈക്കും വാങ്ങാം എന്നുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഒരു റീസൺ എന്ന് പറഞ്ഞത് എമ്പതി. നമ്മളെ മക്കളെ എമ്പതി ഡെഫിസിറ്റ് ആണ്. അതായത് ആ സഹാനുഭൂതി പറഞ്ഞ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് തീരെ ഇല്ലാതായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് എമ്പതി എന്ത് ചെയ്യണം, വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട് കരുണ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രയാസം മനസ്സിലാക്കാനോ
അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് നോക്കുന്നതിന് പകരം ഒക്കെ സ്വന്തം കാര്യം, എന്റെ കാര്യം മാത്രം മതി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് അവർ എമ്പതി കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ വലിയ റീസൺ തന്നെയാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ എന്നെ ഷോക്ക് ചെയ്തിട്ടുള്ള മുത്തച്ഛൻ മരിക്കുന്ന വീഡിയോ കോളിലൂടെ ഈ കുട്ടി കണ്ടു എന്ന് പറയുമ്പോൾ സ്വന്തം മുത്തച്ഛനാണ്. ഇപ്പൊ ഈ 13-14 വയസ്സുള്ള കുട്ടിയാണ്. ഇത്രയും കാലം ഈ മുത്തച്ഛനായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ വീട്ടിലെ കുട്ടി കണ്ട് വളർന്ന ഒരാളായിരിക്കും, ചെറുപ്പത്തിൽ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരാളെ കൊല്ലുന്നത് നേരിട്ട് കാണാനുള്ള ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അത് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവർക്ക് എമ്പതി എന്ത് ചെയ്തിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. അതിന് പല റീസണുകളുണ്ട് കേട്ടോ. കാരണം അതിന്റെ മെയിൻ റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് കുട്ടികൾ കളിക്കുന്ന ഗെയിമുകൾ, ഇപ്പൊ ഫ്രീ ഫയർ, പബ്ജി പോലുള്ള ഗെയിമുകൾ, നമ്മൾ വിചാരിക്കും ഈ ഗെയിമുകൾ എന്താ വലിയ പ്രശ്നമല്ലല്ലോ എന്ന്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് മുന്നേ ആയിട്ട് ബ്ലൂ വെയിൽ പറഞ്ഞിട്ടുള്ള ഗെയിം എന്ത് ചെയ്തിട്ടുണ്ട്, അത് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാവർക്കും അറിയാം. അതൊരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ സൂയിസൈഡ് ചെയ്യലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ആ ഗെയിം ബാൻ ചെയ്തു. പക്ഷെ ഈ ഫ്രീ ഫയർ, പബ്ജി പോലുള്ള ഗെയിമുകൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ഇത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യാണ്, എമ്പതി പറഞ്ഞ സാധനം എന്ത് ചെയ്യാണ്, മരവിപ്പിച്ച് കളയാണ്. കാരണം ഇവരെ ഗെയിം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവും ഇതിലെന്താ കൂടുതൽ ആളുകളെ വെടിവെച്ച് കൊന്നിട്ടാണ് അടുത്തടുത്ത ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഗെയിമിലൂടെ കുട്ടികൾ എന്താ തിരിച്ചറിയണത്, അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ അവർ ചുറ്റുമുള്ള ആളുകളെ നശിപ്പിച്ചാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർ നെക്സ്റ്റ് സ്റ്റേജിൽ എത്തുള്ളൂ, അല്ലെങ്കിൽ അവരെവിടെയാണോ എത്താൻ ഉദ്ദേശിച്ചത് അതിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പണം മുടക്കി വാങ്ങുന്ന ഫോണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നെറ്റിന്റെ ക്യാഷ്, ഇതെല്ലാം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മക്കളെ ഈ ഗെയിം കളിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരിൽ പല വൈകല്യങ്ങളും, മാനസിക വൈകല്യങ്ങളും ഉണ്ടാവുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ഈ എമ്പതിന്റെ കുറവാണ് ഇത്തരത്തിലുള്ള ഒരു റീസണിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നോ കേൾക്കാൻ എന്ത് ചെയ്യില്ല ഇന്നത്തെ മക്കൾക്ക് തീരെ ഇഷ്ടമില്ല. പ്രത്യേകിച്ച് കൗമാരക്കാരായ മക്കൾക്ക് ഒരാൾ ഉപദേശിക്കുന്നതോ പറ്റില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട, നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ കേസിൽ തന്നെ ഈ കുട്ടി എപ്പോഴും മൊബൈൽ കളിക്കുന്നതിനും അതേപോലെ നേരം വൈകി വരുന്നതിനും മുത്തച്ഛൻ എന്ത് ചെയ്യാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ ചീത്ത പറയാറുണ്ട് എന്നുള്ളത് വലിയൊരു റീസൺ ആയിട്ടാണ് ഇപ്പൊ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഈ കുട്ടി പറഞ്ഞാല് മുത്തച്ഛനോടുള്ള ഒരു ദേഷ്യത്തിന്റെ കാരണം എന്താണ്, മൊബൈലിൽ കുറെ നേരം കളിക്കുന്നതിന് മുത്തച്ഛൻ എന്ത് ചെയ്യും, വേണ്ട കളിക്കണ്ട. അതേപോലെ തന്നെ വൈകി വരുന്നതിനൊക്കെ ചീത്ത പറയാറുണ്ട്. അപ്പൊ നോ കേൾക്കാൻ എന്തില്ല നമ്മളെ മക്കൾക്ക് ഒരിക്കലും കഴിയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. നോ പറയുന്ന സമയത്ത് അവർക്ക് എന്തോ അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മക്കൾ കാണുന്നുണ്ട്. ശരിക്ക് അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ രക്ഷിതാക്കള് ചിന്തിച്ചേ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളുടെ ഒരു വളർന്നു വരുന്ന ഒരു കൾച്ചർ ഉണ്ട്, ഷോ ഓഫ് കൾച്ചർ. അതായത് ഈ പിയർ പ്രഷറൊക്കെ കാരണം ഒരു ഷോ ഓഫ് ഉണ്ടാവുകയാണ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ജസ്റ്റ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, കുറച്ച് മുന്നേ നടന്ന കല്യാണങ്ങളും ഇപ്പോഴത്തെ കല്യാണങ്ങളും നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഓരോ ഇവന്റ് കഴിയും തോറും എന്താണ്, ഓരോ കല്യാണങ്ങൾ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മന്ത് കഴിയും തോറും പുതിയ പുതിയ ഫംഗ്ഷനുകൾ വരികയാണ്, പുതിയ പുതിയ സിസ്റ്റംസ് വരികയാണ്. അതെന്താണ് എല്ലാവരും ഫോളോ ചെയ്തു വരികയാണ്. അപ്പൊ അത് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മളെ ഇവന്റും അടിപൊളിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം അടിപൊളി ആവുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഒരു ഷോ ഓഫ് കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികളിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും വല്ലാതെ വളർന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. കാരണം നമ്മൾ ആ യാത്രനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ, ആ യാത്രയിലെടുത്ത ഫോട്ടോസ് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇട്ട് അത് കുറച്ച് ആളുകളൊക്കെ കാണിച്ച് ആ ഒരു ഈ ഷോ ഓഫ് കാണിക്കുക എന്ന് പറഞ്ഞത് കുട്ടികൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം അവരെ പിയർ പ്രഷറും ബാക്കിയുള്ള കുട്ടികളുടെ ഇടയിൽ ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണെങ്കിൽ ഞാനും നിങ്ങളെ അത്രയും വലിപ്പമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ കുട്ടി അത് ബാക്കിയുള്ള കുട്ടികളെ പോലെ ഫോൺ വേണം, ബാക്കിയുള്ള കുട്ടികൾ കാമുകന്മാരെ കൂടെ കറങ്ങുന്നത് പോലെ എനിക്കും ബൈക്കിൽ കറങ്ങണം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവൾക്കിപ്പോ ബൈക്കിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും വില കൂടിയ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ആവശ്യങ്ങൾക്കുള്ള ഫോണുള്ള വീട്ടിലുണ്ട്. പക്ഷെ അത് പോരാ, ബാക്കിയുള്ള കുട്ടികളുടെ ഇടയിൽ എന്ത് ചെയ്യണം, എനിക്കും ഷോ ഓഫ് കാണിക്കണം എന്നുള്ള ആ ഒരു കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ മക്കൾ വല്ലാതെ അവരതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൾച്ചറും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള വലിയൊരു റീസൺ ആണ്. അതേപോലെ തന്നെ ഡാർക്ക് നോളേജ്,
ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ അറിവുകളും എന്താണ് അവരെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിന്റെ A തൊട്ട് Z വരെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്താളിച്ചു പോകും. കാരണം ആ വീട്ടില് നേരെ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണുന്നത് കൊണ്ട് വീടിന്റെ ബാത്റൂമിന്റെ ആസ്ബറ്റോ ഷീറ്റ് പൊളിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മറ്റു കുട്ടികൾ ഈ മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പൊ ആസ്ബറ്റോ ഷീറ്റ് എങ്ങനെ പൊളിക്കണം, അത് എങ്ങനെ ആളുകൾ കാണാതെ മറച്ചു വെക്കണം എന്നൊക്കെ ഉള്ളത് ഈ കുട്ടിക്ക് ഐഡിയ കിട്ടിയത് ഇന്നത്തെ സോഷ്യൽ മീഡിയ, നമ്മൾ ഉപയോഗിക്കുന്ന പല വെബ്സൈറ്റുകളും പല ബ്രൗസറുകളും വഴിയാണ്. അപ്പൊ അത്തരത്തിലെ ഡാർക്ക് നോളജുകൾ ഒരു ക്രൈം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അത് എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ വഴിയിലൂടെ ചെയ്യാം, എങ്ങനെയൊക്കെ മറ്റുള്ളവർ കണ്ടെത്താതിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ഒളിപ്പിച്ചു വെക്കാം, അതിനുള്ള എല്ലാ അറിവും എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ നമ്മളെ മക്കൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആസ് എ പാരന്റ്സ്, ഇപ്പൊ ഞാനടക്കമുള്ള നിങ്ങളെല്ലാവരും വിചാരിക്കും ടെൻഷൻ ആവില്ല നമ്മൾ ഇനി എന്താ ചെയ്യുക. കാരണം സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരെ സ്റ്റഡീസും അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് ഫോണിലും അതുപോലെയുള്ള വെബ്സൈറ്റുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെയാണ് മക്കൾ പഠിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫോണ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സുകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു പഠനമൊന്നും ഇന്ന് സാധ്യമല്ല. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ടെൻഷൻ വരും. ഞങ്ങളെ വീട്ടിലുണ്ടല്ലോ കുഞ്ഞുങ്ങള്, ഞങ്ങളും ഇതേപോലെ ഒരുപാട് പ്രതീക്ഷയോടെയും അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് മക്കളെ വളർത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിലും വരുമോ എന്നുള്ള ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളിൽ നമ്മൾ എപ്പോഴും IQ കൂടാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. എല്ലാ രക്ഷിതാക്കളും മക്കള് പഠനത്തിൽ ഒന്നാമനാവണം, അല്ലെങ്കിൽ പഠിച്ച് നല്ല റാങ്ക് വാങ്ങണം, നല്ല ജോബ് വാങ്ങണം, നല്ല കരിയർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് IQന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. IQ വേണ്ടെന്നല്ല കേട്ടോ, നമ്മൾ ഫോക്കസ്ഡ് ആവാൻ തന്നെ വേണം. മക്കൾക്ക് നല്ല ജോബും നല്ല കരിയറും ഒക്കെ വേണം. എന്നാൽ മാത്രമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ IQന് പിന്നാലെ പോകുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്നൊരു സാധനമുണ്ട്, EQ, ഇമോഷണൽ കോഷ്യന്റ്. ആ സാധനം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളിൽ സ്വബോധത്തോടെ തന്നെ വളർത്തിയെടുക്കണം. അതായത് എമ്പതി അല്ലെങ്കിൽ ഇമോഷണലി ഇവരെന്ത് ചെയ്യണം, നമ്മൾ പിടിക്കണം. നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അപ്പൊ വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം, ജീവികളോട് കരുണ കാണിക്കണം. നിന്റെ പോലെ തന്നെയുള്ള ആളുകളാണ് നിന്റെ ചുറ്റുപാടുള്ളത്, നിന്റെ പോലെയുള്ള ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ട്. അതേപോലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ജീവിതം അവസാനിപ്പിക്കണോ അല്ലെങ്കിൽ അതോട് കൂടിയിട്ട് ജീവിതം അവസാനിച്ചെന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് കുട്ടികൾ സൂയിസൈഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കളിടക്കൊക്കെ ജീവിതത്തിൽ തോറ്റൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം. ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് തോൽവി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടാതിരിക്കല് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ ചെറുപ്പം മുതലേ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ EQ പറഞ്ഞ സാധനം നമ്മളെ മക്കളിൽ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് കുഴപ്പമില്ല, ഇതെന്റെ ലൈഫിൽ ഉണ്ടാവുന്നതാ, ഇതിനി വേറെ സ്റ്റേജ് കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് എന്റെ പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മളെ മക്കൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് IQന്റെ പിന്നാലെ മാത്രം പോവാതെ EQയിലും കൂടെ എന്ത് ചെയ്യാം, നമ്മൾ ഫോക്കസ് ചെയ്യാം. അടുത്തതായിട്ട് എല്ലാ പാരന്റിങ് സെഷനിലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നതാണ്, മക്കൾ എന്ത് ചെയ്യണം, നോ കേട്ട് വളരണം. വെറും യെസ് 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 എന്ന ലോകത്ത് ജീവിക്കുന്ന കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം ഒരു നോ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ചെറുപ്പം മുതലേ പറ്റൂല അല്ലെങ്കിൽ നോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ അവരെ കേട്ട് കേട്ട് തന്നെ വളർത്തണം. ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിക്കൊടുക്കണം, ആവശ്യമില്ലാത്തത് ഇപ്പൊ പൈസ ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ അത് വാങ്ങേണ്ട ആവശ്യമില്ല, മോൻക്ക് ഇപ്പൊ അത് ആവശ്യമില്ലാത്തതാണ് അല്ലെങ്കിൽ മോൾക്ക് ഇപ്പൊ അത് ആവശ്യമില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ സ്വബോധത്തോടെ തന്നെ കോൺഷ്യസ്ലി. ചിലപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ആ സാധനം വാങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം ഈ സാധനം ഇപ്പൊ അവന് ആവശ്യമില്ല അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നോ. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നോ, ഇതിവിടെ പറ്റില്ല അല്ലെങ്കിൽ ഈ കാര്യം പറ്റൂല എന്നുള്ള എന്ത് ചെയ്യണം, നമ്മൾ തുറന്ന് പറയുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് ഇവര് നോ കേട്ട് വളരുള്ളൂ. ഫുൾ ലെസ് കേട്ട ഒരു കുട്ടിക്ക് ഒരു സമയത്ത് പെട്ടെന്നൊരു സമയത്ത് ഇപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആ സാധനം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നോ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യണം, നോ പറഞ്ഞ് നമ്മൾ ശീലിക്കണം. അത് കേട്ട് ആര് വളരണം, നമ്മുടെ മക്കള് വളരണം. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞത് സോഷ്യൽ മീഡിയന്റെ ഒരു ബൗണ്ടറി ഉണ്ടാക്കണം. നമ്മളെ മക്കള് ഒരു പ്രായം വരെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഈ ഗാഡ്ജറ്റ്സുകളും അല്ലെങ്കിൽ ഈ ഫോണുകളൊക്കെ വാങ്ങി കൊടുക്കുന്നത് നമ്മളാണ്. ഇപ്പൊ ഇന്നത്തെ ഒരു AI കാലഘട്ടമാണ്, ടെക്നോളജിന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ഇല്ലാതെ നമ്മുടെ മക്കളുടെ പഠനം ഒന്നും ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട്
ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ ഇതിനൊരു ബൗണ്ടറി വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും കഴിയും. അപ്പൊ ഒരു ടൈം എന്ത് ചെയ്യുക, എല്ലാ വീട്ടിലും നിശ്ചയിക്കുക. ഇപ്പൊ ഇത്ര സമയം മാത്രം മതി ഫോണിന്റെ ഉപയോഗം, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ത് ചെയ്യുക നമുക്ക് മാനേജ് ചെയ്യാം. അതേപോലെ ഫോണുകളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഇപ്പൊ ഷോർട്സ് ഓഫ് ആക്കിയേക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇതിലേക്ക് കിഡ്സ് അതിലേക്ക് നമ്മളെ മാനുവൽ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത്തരത്തിലാക്കുക. അതേപോലെ രാത്രി കിടപ്പുമുറിയിൽ ബെഡ്റൂമിൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഫോൺ എന്ത് ചെയ്യണം, പാരന്റ്സിനെ ഏൽപ്പിക്കണം. അത്തരത്തിലുള്ള ബൗണ്ടറീസ് എന്ത് ചെയ്യുക നമ്മൾ ബോധപൂർവം സെറ്റ് ചെയ്യാം. അതേപോലെ ലാസ്റ്റ് ആയിട്ട് ക്വാളിറ്റി ടൈം. ഇപ്പൊ എത്രയൊക്കെ ഗാഡ്ജറ്റ്സുകളുടെയും എയുടെ ഒക്കെ ടെക്നോളജിന്റെ ഒക്കെ വേൾഡിലാണെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ അവരെ കേൾക്കാനും അവർക്ക് പറയാനുള്ളതും അവരെ സ്നേഹിക്കാനും ഒരു ഓപ്പോസിറ്റ് ഒരു വ്യക്തി എന്നുള്ളതും. അപ്പൊ അത് ആരായി മാറണം, നമ്മുടെ പാരന്റ്സ് ആയി മാറണം. ചെറിയ പ്രായം മുതൽ അവർക്ക് ചെറിയ മക്കളാവുന്ന സമയത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. ചെറിയ ചെറിയ സ്കൂളുകളിൽ പരസ്പരം പിച്ചേതും മാന്തിയതും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന കഥകളൊക്കെ ആയിരിക്കും അവർക്ക് പറയാനുണ്ടാവുക. പക്ഷെ നമ്മുടെ ബിസി ലൈഫിൽ നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക്, നമ്മുടെ വീട്ടിലെ പ്രഷർ, അത്തരത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ മറന്നുപോകും. അപ്പൊ ഇവരുടെ ലോകം എന്ന് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയും മറ്റുമായി മാറുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം ഒരു 20 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ ബാക്കിയെല്ലാം മാറ്റി വെച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ചെലവഴിക്കുക. ആ ക്വാളിറ്റി ടൈം നമ്മളെ മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ ഇവരുടെ ആവശ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ നമ്മുടെ ഭാഗത്തു നിന്ന് അവരും ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ വളരുകയുള്ളൂ എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പാരന്റ്സും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്നിപ്പോ അത് കരുവാച്ചയിലാണെങ്കിൽ നാളെ നമ്മുടെ വീടുകളിൽ എത്താനും അധിക സമയമൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞത് ആസ് എ പാരന്റ്സ് നമ്മൾ ഏറ്റവും പ്രൗഡായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മക്കള്. അപ്പൊ നമ്മുടെ മക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് താങ്ങാൻ കഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതില്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ്ലി എന്ത് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി ചെയ്യണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ബോധപൂർവം ശ്രദ്ധിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം. കാരണം ഓരോ മാതാപിതാക്കൾക്കും ഏറ്റവും പ്രഷ്യസ് ആണ് അവരുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം മക്കളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ പണിയെടുക്കണേ വേണം. പാരന്റിങ് ഒരിക്കലും ഒരു ഈസി ജോബ് അല്ല, അതൊരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. അതുകൊണ്ട് നല്ലൊരു മക്കളെ വളർത്തിയെടുക്കാനും അതുവഴി നല്ലൊരു ജീവിതം നയിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.